ഹായ് മക്കളെ, ജെയ് മെയിനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ജെയ് മെയിൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ കൊടുക്കാത്ത ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഇനി ഫർദർ എക്സ്റ്റൻഷൻ ഉണ്ടാവുകയില്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നവംബർ 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നവംബർ 26 മുതൽ നവംബർ 27 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. നവംബർ 27 11:50 വരെ, രാത്രി 11:50 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫീൽഡ്സും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുകയില്ല. ഏതൊക്കെ ഫീൽഡുകളാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ അഡ്രസ്സ് പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, ഫോട്ടോഗ്രാഫ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ തന്നെ എനി വൺ ഓഫ് ദീസ് ഫീൽഡ്സ്, അതായത് ഇതിൽ 3 കാര്യങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, അതുപോലെ തന്നെ ഫാദർ നെയിം, അതുപോലെ തന്നെ മദർ നെയിം, എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെറിയ സ്പെല്ലിംഗ് ചേഞ്ചസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള മറ്റു ഫീൽഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് 10th ഇക്വലന്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലുമൊക്കെ പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലാസ് 12ൻ്റെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പാൻ കാർഡ് നമ്പറിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി സെലക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, അതുപോലെ തന്നെ സിഗ്നേച്ചർ എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അഡീഷണൽ പേപ്പർ ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, കാറ്റഗറി ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് അഡീഷണലി നിങ്ങൾക്ക് ഫീ ആവശ്യമുണ്ടെങ്കിൽ അത് ഫീ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ കറക്ഷൻ വിൻഡോ എപ്പോഴാണ് ഓപ്പൺ ആവുക എന്നുമായി ബന്ധപ്പെട്ടുള്ള. അതുകൊണ്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.